ഈ ക്രിസ്മസ് സീരീസ് നമുക്കൊരു കുട്ടി വൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ എങ്ങനെ പോരുമല്ലേ? മേക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, അങ്ങനെ കണ്ടിട്ടില്ല, അപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ സാധാ ഈ കുക്കർ വൈനില്ലേ അതാട്ടോ ഇടാറ്. അതാകുമ്പോൾ 2-3 ദിവസം കൊണ്ട് വൈൻ റെഡി. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മുന്തിരി കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ് ഇട്ട് കുറച്ച് നേരം വെക്കാവേ. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് കാരമലൈസ് ചെയ്തെടുക്കാവേ. ഇവിടെ 1.5 കിലോ മുന്തിരിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ 1.5 കിലോ ഷുഗറാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് 1 കപ്പ് ഷുഗർ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയ പാനിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പതുക്കെ ബ്രൗൺ കളർ ആവുന്നുണ്ട്. നന്നായിട്ട് കാരമലൈസ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ സൊല്യൂഷൻ ആവേ. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ മുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. മുന്തിരി ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നല്ല ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഈ മുന്തിരിയുടെ പുറത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പുളിച്ചു പോകും വൈൻ എന്നാ പറയുന്നത്. കഴുകി ഉണക്കി വെച്ച ഭരണി ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയർ മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഈ മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 2-3 കറുകപ്പട്ടയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. 2-3 പട്ട, 3 ഏലയ്ക്ക, അതുപോലെ തന്നെ ഗോരുപിടി ഗോതമ്പ്, ഗ്രാമ്പു 5-6 ഗ്രാമ്പു, ഇത് ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫൈനലി ഈ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ സിറപ്പിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ചരച്ച വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണേ. ഇനി മൂടി നന്നായിട്ട് ഒരു വെള്ള തുണി വെച്ച് ടൈറ്റായിട്ട് കെട്ടി വെക്കണം കേട്ടോ. ഇനി 5-6 ദിവസം ഒരേ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നമ്മുടെ വൈന്. അത് കഴിഞ്ഞിട്ട് പിന്നൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചേക്കണേ. അങ്ങനെ നമ്മുടെ വൈൻ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇനി ഓപ്പണിംഗ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വൈൻ മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കട്ടോ. അപ്പോൾ ടാറ്റാ.